ഓണം വരെ നിൽക്കാത്തതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓണത്തിന് മുന്നേ ഒരു പായസം ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വെറൈറ്റി ഉള്ള പായസം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ പായസം ചെയ്യണത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മധുരക്കിഴങ്ങ് ഏകദേശം ഒരു 250 ഗ്രാം ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം കുറച്ച് ഇവർ മധുരം അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് വേവിച്ചിട്ട് ഇത് വെച്ചിട്ട് നന്നായി സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്, ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, നെയ്യ്, 2 മണി ജീരകം, 2 ഏലക്കായും കൂടി ഇടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ചുക്കിൻ്റെ പൊടി ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഒരു കഷായത്തിൻ്റെ മണം പോലെ എനിക്ക് പായസത്തിന് തോന്നുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ നാളികേരത്തിൻ്റെ പൊടിയാണ്, അത് ഞാൻ ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഈ പാൻ ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ, വിശാൽ മാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കണത്. അപ്പോൾ ഈ ഇൻഡക്ഷനിലും ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാനാണ്. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് അറിയിച്ചതാട്ടോ. അപ്പോൾ ഓക്കെ, ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് നമുക്കൊരു 1/2 സ്പൂണ് നെയ്യ് മതി. കാരണം വളരെ ചെറിയൊരു അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1/2 സ്പൂണ് മതി കേട്ടോ. നമ്മുടെ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുമിച്ച് വറുത്ത് കോരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കോരി മാറ്റിയിട്ടുണ്ട്. ആ നെയ്യിലേക്ക് ഈ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ മധുരക്കിഴങ്ങ് ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കുക. എന്നിട്ടിങ്ങനെ വറ്റി കുറുകി വരണ നേരത്ത് നമുക്ക് 1-ാം പാൽ ഒഴിക്കുക കേട്ടോ. ആദ്യം ഞാൻ ചുക്കുപൊടി ചേർക്കാറില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞില്ല. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാ പായസത്തിലും അങ്ങനെയാണ് ഇട്ടാ ചെയ്യുക. പരിപ്പ് പായസം, അടപ്പായസമൊക്കെ വെക്കുമ്പോൾ ചുക്കുപൊടി ഞാൻ ഇടാറില്ല. ഇതുപോലെ ചെറിയൊരു കഷ്ണം, പേരിനൊരു കഷ്ണം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും. അതിന് ശേഷം ഈ ജീരകവും 2 ഏലക്കയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണു. അതിന് ശേഷം ഈ നാളികേരത്തിൻ്റെ പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഒഴിച്ച് കൊടുക്കണം. തേങ്ങാപ്പാലാണ് ചേർക്കണമെങ്കിൽ ഈ പരുവത്തിന് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് തളവരഞ്ഞിട്ട് മുന്നേ ഓഫാക്കിയിടുക. ഇതിപ്പോൾ ഈ കോക്കനട്ടിൻ്റെ പൗഡർ കലക്കി വെച്ചതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ കോക്കനട്ടിൻ്റെ പൗഡർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ തിളപ്പിക്കണത്. അതല്ലെങ്കിൽ 1-ാം പാൽ ഒഴിച്ചിട്ട് തള വരുന്നതിന് മുന്നേ ആയിട്ട് തീ ഓഫ് ചെയ്യാം. ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇത് പൗഡറല്ലേ, അതുകൊണ്ട് ഒന്ന് തിളച്ചോട്ടെ എന്ന് വിചാരിക്കുന്നു. പായസമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഒരു നുള്ളു ഉപ്പ് ചേർക്കണം കേട്ടോ. അത് ആ മധുരം നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു അളവിൽ കേട്ടോ, വല്ലാതെ ഉപ്പിടരുത്. ഒരു നുള്ളുപ്പ് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ചേർത്തു. അപ്പോൾ പായസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മൂപ്പിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. മാത്രമല്ല ഇത് നല്ലോണം വൈറ്റമിൻസും ഫൈബറും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയണത്. അപ്പോൾ ഈ പായസം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ മുന്നേ അത് ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കണേ. ഓക്കേ.